ഇന്ത്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അതിനുള്ളിൽ ലിമിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം ചോദിക്കുന്നതാണ്. NDA മീൻസ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എല്ലാ വർഷവും നമുക്ക് ഇത് 2 ടൈംസ് ആണ് നടത്തുന്നത്. ഒരു എക്സാമിന് 2 പേപ്പർ ആണുള്ളത്. ഒന്ന് ഫുൾ മാത്സും രണ്ടാമത്തേത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. മീൻസ് അതിനുള്ളിൽ ഫസ്റ്റ് മാത്സ് മാത്രം, സെക്കൻഡ് എക്സാമിനുള്ളിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ് അങ്ങനെയുള്ള എല്ലാം കൂടെ ചെയ്യുന്നത് കേട്ടോ. ഈ 2 എക്സാംസോടെ നമുക്ക് ചേരുമ്പോൾ 900 മീൻസ് ഫസ്റ്റ് മാത്സിന് 300 സെക്കൻഡ് GATക്ക് ഉള്ളത് 600 രണ്ടോട് ചേരുമ്പോൾ 900 എക്സാം നമ്മുടെ റിട്ടേൺ എക്സാം വരുന്നത്. ഇതിനുള്ളിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഒക്കെ നമുക്ക് എടുത്ത് നമ്മളെ സെലക്ട് ചെയ്ത് അടുത്ത SSB എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ട്. അവിടോട്ടുകൂടെ കഴിഞ്ഞെങ്കിൽ നമുക്ക് സെലക്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസുകളും നെക്സ്റ്റ് മാത്സിന്റെ ട്രിക്സുകളും അതിന്റെ മെറ്റീരിയൽസുകളും എല്ലാം തന്നുള്ള ക്ലാസ്സാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസുകളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സാണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് x ടെൻഡ്സ് ടു 1 x റൈസ് ടു 9 മൈനസ് 1 ബൈ x റൈസ് ടു 3 മൈനസ് 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ x ന്റെ പ്ലേസിൽ നിങ്ങൾ നേരിട്ട് ഈ 1 എന്ന് കൊടുത്താൽ 1/9 മൈനസ് 1 ബൈ 1/3 മൈനസ് 1. 1/9 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 0. ഇവിടെ x ന് 1 കൊടുക്കുമ്പോൾ 1/3 അതും 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 0. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആരാവും? 0. അപ്പോൾ നമുക്ക് നേരിട്ട് x ന് 1 കൊടുക്കാൻ പറ്റില്ല. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഇതെന്തായാലും നേരിട്ട് കൊടുത്താൽ 0/0 ആവുമെന്ന് മനസ്സിലായി. ഇവിടെ നോക്കിക്കേ, ഇത് 1 ഇത് 1 ഇത് 1 ഇത് മൂന്നും ഈക്വൽ നമ്പറിലെ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 1 ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇത് 1 ആയതുകൊണ്ട് ആൻസർ ഈ നമ്പർ ബൈ ഈ നമ്പർ എന്ന് മാത്രം എഴുതിയാൽ മതി. 9/3 ആൻസർ 3. ദാറ്റ്സ് ഓൾ. അത്രയും ഉള്ളൂ. ഇനി എല്ലാം ഇങ്ങനത്തെ 1കൾ ഈ 3 പ്ലേസുകളിൽ 1 വരുന്നു. x ന്റെ പ്ലേസിൽ ഈ 1 കൊടുക്കുമ്പോൾ ഇതെല്ലാം എന്താവുന്നു? 0/0 ആവുന്നെങ്കിൽ ആൻസർ എഴുതാൻ ആ പവർ ബൈ പവർ എടുത്താൽ മതി കേട്ടോ. ദിസ് പവർ ബൈ ദിസ് പവർ എപ്പോഴും. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, x റൈസ് 1/3 മൈനസ് 1 ബൈ x റൈസ് 1/5 മൈനസ് 1. x ടെൻഡ്സ് ടു 1 ആണ് ഇവിടെ അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പൊ x ന് 1 കൊടുത്താൽ 1/1/3 1/1/3 is 1. അപ്പൊ 1 മൈനസ് 1 0. ഇവിടെ x ന് 1 കൊടുക്കുമ്പോൾ 1/1/5 1 മൈനസ് 1 0. അപ്പൊ 0/0 ആവും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ആ ട്രിക്ക് യൂസ് ചെയ്യാം. ഇവിടെ എല്ലാം 1 അല്ലേ, 1 ആണെങ്കിൽ ഈ പവർ ബൈ ഈ പവർ ആൻസർ 1/3 ഡിവൈഡഡ് ബൈ 1/5 ആൻസർ 1/3 into 5/1 ഫൈനൽ ആൻസർ ഈസ് 5/3 കേട്ടോ. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ആൻസർ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഒത്തിരി ഷോർട്ട് കട്ട്സുകൾ ഉണ്ട്, പഠിച്ചിരിക്കണം. 2-3 ടൈംസ് നോക്കുമ്പോൾ പഠിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ മാക്സിമം നമ്മൾ അതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്രോബ്ലംസുകളും. നെക്സ്റ്റ് ലിമിറ്റ് x ടെൻഡ്സ് 0 x into sin 2/x ഹോൾ ഡിവൈഡ് ബൈ 2. ലിമിറ്റ് x ടെൻഡ്സ് ഇൻഫിനിറ്റി ആണ് കേട്ടോ. ലിമിറ്റ് x ടെൻഡ്സ് ഇൻഫിനിറ്റി ബൈ x വരുമ്പോൾ ഓർത്താണ് ഇൻഫിനിറ്റി ആയിരിക്കും ഇവിടെ വരുന്നത്. ലിമിറ്റ് x ടെൻഡ്സ് ഇൻഫിനിറ്റി x into sin 2/x by 2. അപ്പൊ ഇങ്ങനെ വരും. നോക്കിക്കേ, ഇവിടെ ഇപ്പൊ x ന്റെ പ്ലേസിൽ നിങ്ങൾ ഇൻഫിനിറ്റി എന്ന് കൊടുത്താൽ sin 2/x എന്നുള്ളത് എന്തായിട്ട് മാറും? നോക്കിക്കേ, 2/x ടെൻഡ്സ് എത്ര ആവും? x ടെൻഡ്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ 2/x ടെൻഡ്സ് എത്ര ആവും? 0. പറഞ്ഞതുപോലെ x ടെൻഡ്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ 2/x എന്ന് പറയുമ്പോൾ 2/∞ വരും. 2/∞ 0 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ ശ്രദ്ധിക്കുക. ലിമിറ്റ് x ടെൻഡ്സ് ഇൻഫിനിറ്റി സൈൻ ഓഫ് 2/x ബൈ ഈ 2ന്റെ താഴോട്ട് ഈ x നെ കൊണ്ട് കേട്ടോ. ഈ x താഴെ വന്നാലും കുഴപ്പമൊന്നുമില്ല. 2/x എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഇന്ത്യ ചെയ്യുമ്പോൾ ഈ x മണ്ടയ്ക്ക് ആയിക്കോളും. ഓക്കെ, ഇപ്പൊ ഇതിനുള്ള സെയിം ആയിട്ട് sin 2/x ബൈ 2/x. ഇപ്പൊ ഞാൻ പറഞ്ഞു x ടെൻഡ്സ് ഇൻഫിനിറ്റി ആണെങ്കിൽ 2/x എത്ര ആവും? 0. അപ്പൊ ഈ 2/x 0 ആകുമ്പോൾ sin 0 എത്ര? 0. ഈ 2/x 0 ആകുമ്പോൾ 0. അപ്പൊ 0/0 ആയ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിച്ചേക്കാം. ഈ 2/x ന് നമ്മൾ h എന്നൊരു പേര് കൊടുക്കണം കേട്ടോ. 2/x ഈക്വൽ ടു h. അങ്ങനെയാണെങ്കിൽ x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 2/x എന്ന് പറഞ്ഞാൽ h അല്ലയോ. അപ്പൊ h ടെൻഡ്സ് എത്ര ആവും മോനെ? 0. ഓക്കെ, അപ്പൊ x ടെൻഡ്സ് ഇൻഫിനിറ്റി ദെൻ 2/x ആയ h ന്റെ വാല്യൂ എങ്ങോട്ടാവും? 0. ഞാൻ അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷനിലോട്ട് മാറ്റുവാണ്. x ടെൻഡ്സ് ഇൻഫിനിറ്റിക്ക് പകരം 2/x ഓർ h ടെൻഡ്സ് എത്ര ആയിട്ട് മാറും? 0. അപ്പൊ ലിമിറ്റ് h ടെൻഡ്സ് 0 സൈൻ ഓഫ് ഈ 2/x ആരും നമ്മൾ കൊടുക്കുന്ന h. അപ്പൊ sin h ബൈ ഈ 2/x ഉം h ആവും. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ പഠിച്ചതാ ലിമിറ്റ് h ടെൻഡ്സ് 0 sin h ബൈ h എത്രന്നാ? 1. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാണ്? 1. അത്രയുമേ ഉള്ളൂ. അപ്പൊ x ടെൻഡ്സ് ഇൻഫിനിറ്റി ട്രിഗണോമെട്രിയുടെ ആണ്. പോളിനോമിയൽ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ഇൻഫിനിറ്റി ആണ്. അടുത്ത നോക്കി, ലിമിറ്റ് x ടെൻഡ്സ് 0 1 minus cos 2x into sin 5x divided by x square into sin 3x. ഇതാണ്
ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇത് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 1 മൈനസ് കോസ് ടു എക്സ്, ലിമിറ്റിനുള്ളിലെ ഏറ്റവും ഫേമസ് ടേം ആണ് 1 മൈനസ് കോസ് ടു എക്സ്. 1 മൈനസ് കോസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ അത് 2 സൈൻ സ്ക്വയർ എക്സ് എന്നാണ് കേട്ടോ. ഇൻറ്റു സൈൻ 5x ഉണ്ട്, ബൈ എക്സ് സ്ക്വയർ ഉണ്ട്, പിന്നെ സൈൻ 3x ഉണ്ട്. ഇവനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് 1 ആക്കണം അല്ലേ? കുറെ 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് h ടെൻസ് 0 സൈൻ h ബൈ h എത്രയാണെന്ന് പഠിച്ചു? 1 അല്ലേ? അപ്പൊ ആ റിസൾട്ടിലൂടെ എത്താൻ വേണ്ടിയാണ് ഈ 2നെ വേണമെങ്കിൽ പുറത്തെടുക്കുക, അല്ലെങ്കിൽ ഇവിടെ കിടന്നുണ്ട്. അതിന് അയാളെ മാത്രമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. 2 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സിനെ ഞാൻ 2 സൈൻ എക്സുകളാക്കുന്നു കേട്ടോ. സൈൻ സ്ക്വയർ എക്സിനെ 2 സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആക്കുന്നു. ഈ എക്സ് സ്ക്വയറിനെ ഓരോരുത്തർക്കും കൊടുത്തു. അത്ര ഓക്കെ ആണല്ലോ. ഇത്രയും ടൈം ഞാനിപ്പോ എഴുതിയേക്കുന്നത് സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്, എക്സ് സ്ക്വയറിന് എക്സ് ഇൻറ്റു എക്സ്. ഇനി സൈൻ 5x ഉണ്ട്. സൈൻ 5x ഉണ്ടെങ്കിൽ ഒരു ബൈ 5x കൊടുക്കുക, ഇൻറ്റു ആരെ കൊടുക്കുക? 5x. അത് ബാലൻസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ സൈൻ 5x ഉണ്ടെങ്കിൽ താഴെ 5x ഉണ്ടെങ്കിൽ 1 ആവത്തുള്ളൂ. ഇയാൾ 1 ആവും, പക്ഷെ സൈൻ 5x താഴെ 5x കാണണം. അപ്പൊ ഞാൻ കൊടുത്തു ബാലൻസ് ചെയ്യാൻ ബൈ ഇൻറ്റു 5x കൊടുത്തു. താഴെ അതേപോലെ തന്നെ എക്സ് സ്ക്വയർ നമ്മൾ കൊടുത്താണ്. ഇവിടെ എക്സ് സ്ക്വയർ ഒക്കെ 2 എക്സുകൾ ആയിട്ടുണ്ട്. ഇനി സൈൻ 3x, സൈൻ 3x ഉണ്ടെങ്കിൽ ബൈ 3x കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു ഇൻറ്റു 3x കൊടുക്കുക. അപ്പൊ എല്ലാ ടൈമും വന്നിട്ടുണ്ട്. ഈ 2 വന്നു, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 സൈൻ എക്സുകളാക്കി, എക്സ് സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്തു. പിന്നെ സൈൻ 5x ബൈ 5x ഇൻറ്റു 5x, സൈൻ 3x ബൈ 3x ഇൻറ്റു 3x. ഓക്കെ, അപ്പൊ ഈ എക്സും ഈ എക്സും ക്യാൻസൽ ആയിക്കോളൂ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണേ. ഈ 2 എഴുതി, ഇത് 1 ആവും, ഇതും 1 ആവും, ഇതും 1 ആവും, പിന്നെ ഒരു 5 ഉണ്ടായിട്ടുണ്ട്, ഇതും 1 ആവും, പിന്നെ 3 ഉണ്ട്. ആൻസർ ഇത്രേ ഉള്ളൂ. ആൻസർ 10/3 അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് നേടുക എന്നുള്ളതാണ്. അത് ഒറ്റയടിക്ക് പറ്റില്ല, കുറേ ടൈം വേണം കേട്ടോ, കുറേ വർക്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനെ നേടിയെടുക്കാനും പറ്റും. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.